ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് കത്തൂർ നേരമ്പൊക്കെ. നമ്മൾ ഇന്നുള്ളത് ഡെസേർട്ട് ഡ്യൂൺസിലാണ് കേട്ടോ. ഞാൻ സാൻഡ് ബോർഡിങ് ചെയ്തിട്ട് ഫുള്ളും മണ്ണായിരിക്കുകയാണ് കേട്ടോ, തലയും കുത്തി വീണ്. ഇപ്പോൾ നമ്മൾ നടന്നു വന്നപ്പോൾ അടുത്തുള്ള ഫ്ലെമിംഗോസ് ഒക്കെ പോയി. ഇപ്പോൾ ദൂരെ കുറച്ച് ഫ്ലെമിംഗോസ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ, നമ്മൾ ഖത്തറിൻ്റെ ഒരു എൻഡിലായി കേട്ടോ നിൽക്കുന്നത്. ഇതാണ് സൗദി അറേബ്യ ആണ്, തൊട്ടടുത്തായി. ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അവിടെ? നമ്മളിന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സൺറൈസ് കാണാനായിട്ട് ഡെസേർട്ട് ഡ്യൂൺസിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ സ്ഥലം. നമ്മളിവിടെ ഖത്തറിൽ ഉപ്പുപാടം ഉള്ളത് എല്ലാവർക്കും അറിയാമോ? എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതുപോലെ സോൾട്ട് പാൻസ് ഉണ്ട് കേട്ടോ ഖത്തറിലെ ഒരു ചെറിയൊരു ഏരിയയിലാണ്. അപ്പോൾ ഒരുപാട് നാളായി അങ്ങോട്ടേക്ക് പോകണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ പോകാനായിട്ടുള്ള ഒരു അവസരം വന്നത് ഇന്നാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്ലെമിംഗോസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവരെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാൻ. അപ്പോൾ ഇവിടെ സമയം രാവിലെ 3:30 മണിയാണ് കേട്ടോ. അപ്പോൾ മമ്മിയും ചേച്ചിയും ജെറിനും ഐസക്കും എല്ലാവരും അപ്പുറത്തെ സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ട് റെഡി ആവാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നമ്മുടെ മോർണിംഗ് തൊട്ട് ഒരു ഉച്ച വരെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതായിരിക്കും കേട്ടോ. കാരണം ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഈവനിങ് നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട്. എൻ്റെ ഐസക്കിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തൊക്കെ ഈവനിങ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വ്ളോഗിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കൊള്ളിച്ചിട്ട് ഒരു അടിപൊളി വ്ളോഗായിരിക്കും. എന്തായാലും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലയെന്നൊന്നും അറിയില്ല. ഖത്തറിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ റെഡി ആകട്ടെ, പോയിട്ട് റെഡി ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി കാറിൽ കയറി ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ചുറ്റിനും ഇരുട്ട് കാണുന്നുണ്ട്, സൺറൈസ് ആയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ സൺറൈസും കൂടി കൊള്ളിച്ചിറങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇരുട്ടാണ് ചുറ്റിനും, ആരും ഇല്ല അധികം ഒന്നും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ടോ? ദൂരെ വെള്ളം പോലെ കാണുന്നില്ലേ? അതാണ് കേട്ടോ കടൽ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് സൺറൈസ് കാണാനായിട്ട്. പൊതുവേ ഈ സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പിന്നെ സൺറൈസ് കാണാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളേ. പിന്നെ നമ്മൾ ഇന്ന് ഇച്ചിരി നേരത്തെയും കൂടി, അതുകൊണ്ട് ആളുണ്ടാവാൻ എന്തായാലും ചാൻസ് ഇല്ല കേട്ടോ. നമ്മൾ അടുത്തേക്ക് അടുക്കും തോറും നല്ല ഭംഗിയാണ്. നോക്കിക്കോ, ഓറഞ്ച് കളറിൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. സൺറൈസ് ആയി തുടങ്ങി കേട്ടോ. നമുക്ക് ഇങ്ങനെ റൈസായി വരുന്ന സമയം സൺറൈസ് കാണാൻ വന്നേക്കാണ്. അവിടെ കാണുന്നുണ്ട് നിങ്ങൾ, അവിടെ വെള്ളമുണ്ട്, സൺറൈസ് ഉണ്ട്, നമ്മളെല്ലാരും ഉണ്ട്. ഇത് വേറെ വഴിയാണല്ലോ, കുറച്ച് തണുപ്പുണ്ട് കേട്ടോ പറയാൻ, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. ഞങ്ങളവിടെ സാൻഡ് ബോർഡിങ് ചെയ്യാണ് കേട്ടോ. ഹായ് കാണിച്ചേ, ഹായ് കാണിച്ചേ. ഹായ് കാണിച്ചേ. കമോൺ, പറ്റും. കമോൺ, അടിപൊളിയാടാ, അടിപൊളിയുടെ ഉണ്ട്. ഞാൻ സാൻഡ് ബോർഡിങ് ചെയ്തിട്ട് ഫുള്ളും മണ്ണായിരിക്കുകയാണ് കേട്ടോ, തലയും കുത്തി വീണ്. ഇനിയിപ്പോൾ ജെറിന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ജെറി സാൻഡ് ബോർഡ് ചെയ്ത് അവിടെ നിന്ന് കേട്ടാ. നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ചെയ്തതാണ്.
അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സോൾ പാൻസിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടേക്ക് അധികം ആൾക്കാരൊന്നും പോവാറില്ല. കൂടുതൽ ആൾക്കാരും ഈ ഡെസേർട്ട് ഡ്യൂൺസിൽ വരും, സാൻഡ് ബോർഡ് ചെയ്യും, പിന്നെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോലെ പഴുതിവ്. ഈ സോൾ പാൻസിലേക്ക് പൊതുവെ ആരും പോവാറില്ല. ഇതിപ്പോൾ നമുക്ക് പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ ഡെസേർട്ട് അനി ഖത്തറിൻ്റെ ഒപ്പമാണ് കേട്ടോ പോകുന്നത്. ആളുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇൻസ്റ്റയിൽ ആളായിട്ട് കൊളാബ് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പോകാനായിട്ടും ഡെസേർട്ട് ഡ്യൂൺസിലേക്കൊക്കെ പോകാനായിട്ട് ഡെസേർട്ട് സഫാരിയൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഫുള്ള് വിജനായിട്ട് കിടക്കുന്നല്ലേ. വണ്ടി പോയ പാടൊക്കെ കാണാം, പക്ഷെ വണ്ടി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകുമ്പോഴത്തേക്കും കുറെ വണ്ടിയൊക്കെ ഇവിടെ കൂടി പോകുന്ന കാണാറുണ്ട്. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, അധികം വണ്ടികളൊന്നും കണ്ടിട്ടില്ലേ. അതും ഇന്ന് വീക്കെൻഡും കൂടി, എന്നിട്ടും അധികം ആൾക്കാരൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. ഫുള്ള് വിജനം. നമ്മൾ പോകുന്ന വഴിയൊക്കെ ചെറിയ ചെറിയ ടെൻറ്റ് പോലെയൊക്കെ കാണാം കേട്ടോ. ഒരു കോമ്പൗണ്ടൊക്കെ തിരിച്ച് അതിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്ന കാണാം. അത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണെന്നറിയാവോ, ഈ വിൻ്റർ സീസൺ വരാൻ നേരത്ത് ഇതുപോലെ ഇവിടെ വന്നിട്ടൊരു വെക്കേഷൻ പോലെ കേട്ടോ. വീക്കെൻഡ്സിൽ ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഇവരുടെ ടെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടാകും. വീക്കെൻഡ് ആകുമ്പോൾ 2-3 ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യും, ബാർബിക്യും പരിപാടിയും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യും കേട്ടോ. വിൻ്റർ സീസണിൽ അതുകൊണ്ട് ഒരുപാട് ടെൻറ്റ്സ് നമുക്കിവിടെ കാണാവേ. അല്ല, ഈ ഫ്ലാറ്റ് റോഡിൽ കൂടെ പോകുന്നു, ലൂസി കിട്ടുന്നില്ല. അങ്ങനെ വന്ന് നമ്മൾ സോൾ പാൻസിൻ്റെ അവിടെ എത്തി കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. വന്നിട്ട് ഇതുണ്ട്, ഈ വെള്ള കളറിൽ കാണുന്ന മൊത്തം സോൾട്ടാണ് കേട്ടോ. പെട്ടെന്ന് മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ നമുക്ക് ദൂരം നോക്കിക്കഴിഞ്ഞാൽ തോന്നിയത്, പക്ഷെ ഇത് മൊത്തം ഉപ്പാണ്. ഇത് മഞ്ഞ് പെയ്ത് കിടക്കുന്നതല്ല കേട്ടോ, നമ്മൾ സോൾ പാൻസിലാണുള്ളത്. ഫുള്ള് ഉപ്പാണ് ഇവിടെ. ഈ ഒരു ദേശം മൊത്തം ഇങ്ങനെ ഉപ്പ് കിടക്കും. നമുക്ക് കല്ലുപ്പ് പോലെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കല്ലുപ്പാണ് ഇവിടെ മൊത്തം കിടക്കുന്നത്. ദൂരെ നിന്ന് നമ്മൾ വണ്ടിക്ക് വരുമ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും മഞ്ഞ് പെയ്ത് കിടക്കുന്ന പോലെ തോന്നും. പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് മഞ്ഞല്ല, ഉപ്പാണ്. ഇവിടെയൊക്കെ ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റില്ല കേട്ടോ. ഷാർപ്പ് ക്രിസ്റ്റൽസ് ആണ്. നല്ല തണുപ്പുണ്ട് വിൻ്റർ സീസൺ ആയതുകൊണ്ട്. നിങ്ങൾ സോൾ പാൻസ് കാണാൻ വരികയാണെങ്കിൽ ലോ ടൈഡ് ടൈം നോക്കി വരണം കേട്ടോ. കാരണം ഹൈ ടൈഡ് സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റൂലേ. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലെമിംഗോസിനെ കാണാനായിട്ടാണ്. ഇതുണ്ടോ, ഫ്ലെമിംഗോസിനെ കാണാൻ പറ്റും നമുക്ക്. ഇവിടെ ഞങ്ങൾ ഒരിടത്ത് വന്നതാണ്, തൊട്ടടുത്താണ്. പക്ഷെ നിറച്ച് ചെളിയാണ്. ഞങ്ങൾ വണ്ടി കയറുന്നില്ല, നടന്നപ്പോൾ പോലും ചെളി പൂണ്ടുപോയി. അപ്പോൾ മമ്മിയും ചേച്ചി ഇറങ്ങില്ല കേട്ടോ. വണ്ടി വരാഞ്ഞ പറഞ്ഞാൽ അവർ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ സോൾ പാൻ്റെ അടുത്തുനിന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇതെന്ന് വെച്ചാൽ ഫ്ലെമിംഗോസ് ആണ് കേട്ടോ. ഒരുപാട് ഫ്ലെമിംഗോസ് ഉണ്ട്. ഈ കടൽ ബാക്കിലേക്ക് ഇറങ്ങി പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗം ഫുള്ള് ചെളിയാണ്. ചെളി ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന മൊത്തം ചെളിയാണ്. ഇങ്ങോട്ടേക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല കേട്ടോ, പൂണ്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി കുറേ അധികം ബാക്കിലേക്ക് മാറ്റിയിട്ടേക്കുക. മമ്മിയും ചേച്ചി അതുകൊണ്ട് അവിടെ നിന്ന് വന്നിട്ടില്ല, അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നടന്നു വന്നപ്പോൾ അടുത്തുള്ള ഫ്ലെമിംഗോസ് ഒക്കെ പോയി. ഇപ്പോൾ ദൂരെ കുറച്ച് ഫ്ലെമിംഗോസ് ഒക്കെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഈ നിൽക്കുന്നത് അപ്പുറത്തേക്ക് കാണുന്നത് സൗദി അറേബ്യ ആണ് കേട്ടോ. ഇത് ഖത്തറിൻ്റെ ഒരു എൻഡാണ്. ഇങ്ങോട്ടേക്കൊന്നും ശരിക്കും വരേണ്ട ആവശ്യമൊന്നും ആർക്കും അങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്പം നമ്മൾ സോൾ പാൻസ് കാണാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ബേർഡ് വാച്ചിങ്ങിനും കൂടി കയറിയെന്നുള്ളൂ. ഭയങ്കര ചെളിയാണ്. നടക്കുമ്പോൾ തന്നെ കാലൊക്കെ പൂണ്ട് പോവാണ്. വണ്ടി ഒന്നും ഒട്ടും കയറില്ല ഇങ്ങോട്ടേക്ക്. അപ്പം എന്തായാലും ഇങ്ങനെ ഉണ്ട് ഖത്തറിൻ്റെ ഒരു ഭാഗം ഇതൊക്കെയാണ് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. ഇനി ചിലപ്പോൾ ഒരിക്കലും ഇങ്ങോട്ടൊന്നും വരില്ലായിരിക്കും. പക്ഷെ ഒരു വട്ടം ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ലതാണ്. ഫോട്ടോ എന്നിട്ട് അവൻ്റെ ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഫ്ലെമിംഗോസിനൊക്കെ കാണുമെന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ. ഒന്നല്ല, ഒരുപാട് ഫ്ലെമിംഗോസ് ഉണ്ട്. നമ്മൾ നടക്കുന്ന വഴി മൊത്തം ഇവരുടെ തൂവലൊക്കെ കിടക്കുന്ന കാണാം കേട്ടോ.
ആണോ നമ്മൾ പോകുന്ന വഴിയിൽ പിറക്കി എടുക്കുന്നതാണ് കേട്ടോ. ഫ്ലെമിംഗോസിന്റെ തൂവാലാണ് ഫുള്ള് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാം ഇങ്ങനെ കുറേ 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 പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ചെറിയ ഇവിടെ നല്ല ചെളിയുണ്ടേ. ഇതുണ്ടോ നമ്മൾ ഖത്തറിന്റെ ഒരു എൻഡിലായി കേട്ടോ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളമാണ്. ഇത് ഫ്ലെമിംഗോ ബേർഡ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലവും വെള്ളമൊക്കെയാണ്, സീ ആണ് ഇവിടെ ഫുള്ള്. ഇതാണ് സൗദി അറേബ്യ ആണ്. തൊട്ടടുത്തായി. സൗദി കയറിയിട്ട് പോയാലെന്നാ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ 1.5 മണിക്കൂർ തിരിച്ച് വീണ്ടും വീട്ടിലേക്കുണ്ട്. എല്ലാവരും ടയേർഡായി. മമ്മിയൊക്കെ ഇവിടെ ഉറക്കമായി കേട്ടോ. വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിൽ വലിയ നമ്മുടെ തലാപത്തിന്റെ ബോക്സ് ഇല്ലേ, അതേപോലത്തെ വലിയ ബോക്സ്. ഞാൻ വന്ന പാടെ കുളിച്ചു കേട്ടോ. മേത്തൊക്കെ ഫുള്ള് ഭയങ്കര മണ്ണായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്ന് കുളിച്ച് ഉടുപ്പൊക്കെ മാറി. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീഡിയോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇനി ഞാൻ ഒന്ന് കിടന്നുറങ്ങാൻ പോവാണ്. കിടന്നുറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് ഈവനിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ട്, അതിന് പോകണം. അപ്പോൾ ഖത്തർ ഹൗസ് ബോട്ടിലാണ് കേട്ടോ നമ്മുടെ സെലിബ്രേഷൻ ഇപ്രാവശ്യത്തെ. ആദ്യമായിട്ടാണ് ഞാൻ ഖത്തറിലെ ഹൗസ് ബോട്ടിൽ പോകുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ, വേറെ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് സെപ്പറേറ്റ് വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് കാണാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയും കൂടുതൽ ഖത്തർ വീഡിയോസൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരെ ബൈ.